ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ ഫേഷ്യൽ ചെയ്ത് നോക്കിയാലോ. കുറച്ച് ഒരു 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ എളുപ്പത്തിൽ ഒരു 3 സ്റ്റെപ്പേ ഉള്ളൂ, എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് ഫേഷ്യൽ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് പാല്. പാല് വെച്ചിട്ട് നമുക്കൊന്ന് നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 1. അപ്പം നല്ലൊരു കോട്ടൺ എടുത്തിട്ട് ഇങ്ങനെ പാലിൽ നന്നായി എനിക്കിഷ്ടമല്ല ഗൈസ് പാല്. ഞാൻ ഇതുവരെയും എനിക്ക് ഓർമ്മ വെച്ചേ പിന്നെ പാല് കുടിച്ചിട്ടില്ല. ഇങ്ങനെ ക്ലെൻസ് ചെയ്ത് കൊടുക്കുക വെറുതെ. നന്നായിട്ട് ക്ലെൻസ് ചെയ്യാം കേട്ടോ. ഒരു 5 മിനിറ്റ് എന്നിട്ട് ഇങ്ങനെ ക്ലെൻസ് ചെയ്തിട്ട് വയ്ക്കാം. നമ്മുടെ മുഖക്കൊന്ന് ഹൈഡ്രേറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. കഴുത്തിലും അപ്ലൈ ചെയ്തോളൂ. ഓക്കെ, അപ്പം നമുക്കൊന്ന് മുഖത്തൊന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ഈ പാലൊക്കെ ഒന്ന് അബ്സോർബ് ആവട്ടെ കേട്ടോ. അടിപൊളിയായിരിക്കും. നമുക്ക് അപ്പോഴേക്കും സ്റ്റെപ്പ് 2 എന്താണെന്ന് നോക്കിയാലോ. സ്റ്റെപ്പ് 2ലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ റൈസ് പൗഡർ ആണ് കേട്ടോ. അരിപ്പൊടി നല്ലൊരു സ്ക്രബാണ് ആക്ച്വലി. നിങ്ങൾക്ക് വെറുതെ അരിപ്പൊടി ഇപ്പോൾ തൈരിൽ മിക്സ് ചെയ്ത് മുഖത്ത് തേച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അരിപ്പൊടി കോഫി പൗഡറൊക്കെ മിക്സ് ചെയ്ത് ഇച്ചിരി വെള്ളത്തിൽ മുഖത്ത് ഇങ്ങനെ ചാലിച്ചിട്ട് മുഖത്ത് തേച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ഇത് ഒരു സ്ക്രബായിട്ട് നമുക്ക്, അതായത് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അരിപ്പൊടിയിലേക്ക് നമുക്ക് പാല് മിക്സ് ചെയ്യാം. നമുക്ക് ഒരു കുറുക്കിന്റെ പരുവം കിട്ടും, ഏകദേശം ഒരു കൺസിസ്റ്റൻസി. കണ്ടോ, ഈ ഒരു പരുവം കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഞാനങ്ങനെ പൊതുവേ പാർലറുകളിൽ പോകുന്നത് വളരെ കുറവാണ് കേട്ടോ. എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ മുടി വെട്ടാനും ത്രെഡ് ചെയ്യാനും വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ പാർലറിൽ പോവാറ്. അധികം പോകാറില്ല. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയാണ് ചെയ്യാറ്. എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഇതൊക്കെ നമുക്ക് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. സ്റ്റെപ്പ് 2 ഫേസ് സ്ക്രബ് ആണ്. ഇങ്ങനെ നന്നായി ഇങ്ങനെ സർക്കുലർ മോഷനിൽ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഫേസ് സ്ക്രബ് നമ്മൾ എന്തിനാ യൂഷ്വലി ചെയ്യുന്നതെന്ന് അറിയോ? നല്ലതാണ് കേട്ടോ. ഒരു വീക്കിലി ഒക്കെ നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ കുരുക്കൾ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഫേസിൽ നിന്ന് റിമൂവ് ആയി പൊക്കോളും. നമ്മളിങ്ങനെ നന്നായി സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വരാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ ഈ പോർഷൻ കണ്ടോ, ഇവിടെ വരും. പിന്നെ ഇവിടെയൊക്കെ വരും കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നന്നായി ചെയ്യും. പിന്നെ ചിലർക്ക് ഈ ചുണ്ടിൻ്റെ സൈഡിൽ ഈ ഇട ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്തിട്ടു. എന്നിട്ട് നമ്മളൊരു നെറ്റിയിലൊക്കെ ചിലരുടെ ഇങ്ങനെ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടാവും, അതൊക്കെ പോയിട്ട് അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത്. സെക്കൻഡ് സ്റ്റെപ്പ് ഡൺ. ഓക്കെ ഗൈസ്, അപ്പം നമ്മളുടെ ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. തേർഡ് സ്റ്റെപ്പ് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. കണ്ടോ, ഇതാണ് കടലമാവ്. കടലമാവിലോട്ട് നമുക്ക് ഇതുപോലെ തന്നെ സെയിം പാല് ഒഴിക്കാം. നേരത്തെ പറഞ്ഞ സെയിം കൺസിസ്റ്റൻസി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ലെറ്റ്സ് മിക്സ് ഇറ്റ്. ഇതാണ് നമ്മുടെ ഏകദേശം കൺസിസ്റ്റൻസി. കണ്ടോ, നമുക്ക് ഇതിലോട്ട് ലെറ്റ്സ് ആഡ് സം പിഞ്ച് ഓഫ് ടർമറിക് പൗഡർ, അതായത് മഞ്ഞപ്പൊടി ഇച്ചിരി ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, 15 മിനിറ്റ്സ് അറൗണ്ട് ആയിട്ടുണ്ട്. നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കയ്യിലോട്ട് വരും, പൊടിയായിട്ട്. കണ്ടോ, ഇങ്ങനെ വരും. കണ്ടോ, കണ്ടോ. സോ നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം. അറിയാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഒന്ന് പോയിട്ട് ബാത്റൂമിൽ പോയി ഞാനൊന്ന് മുഖം നന്നായി കഴുകി നമുക്ക് നനഞ്ഞ കോട്ടൺ കൊണ്ടൊന്ന് തുടയ്ക്കാം.
കണ്ടോ, സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു തലയിലൊക്കെ അരിപ്പൊടി, സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ഫേസിന്റെ അവസ്ഥയായിട്ടോ. കണ്ടോ, കുട്ടി കുട്ടി ഇങ്ങനെ തരിതരിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കുരുക്കള്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ പോയി. കണ്ടോ, മൂക്കൊക്കെ നല്ല ക്ലീൻ ആയി. സോ നമുക്ക് ഫൈനൽ സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ബൗളിൽ വെള്ളം എടുത്ത് ഒന്നുകൂടെ മുഖം ഒന്നിങ്ങനെ ക്ലെൻസ് ചെയ്ത് കൊടുക്കാം. സോ ഫൈനൽ സ്റ്റെപ്പ് നമ്മളുടെ കടലമാവിന്റെ പാക്കാണ്. ഓക്കെ, ലെറ്റ്സ് അപ്ലൈ ദിസ്. ഭയങ്കര കടലമാവ് ഭയങ്കര സ്മൂത്തനായിരിക്കും കേട്ടോ. ഇങ്ങനെ ആഡ് ചെയ്യാം. ഇതിനോട് വലിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. ചിലവർക്ക് ഈ മഞ്ഞളൊക്കെ അലർജി ഉള്ളവരുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യണ്ട. ഓക്കെ, നമുക്കൊരു 15 മിനിറ്റ്സ് സെയിം വെയിറ്റ് ചെയ്യാം. എന്നിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് നോക്കാം. ഗൈസ്, നമ്മുടെ ഇത് ഉണങ്ങി തുടങ്ങുന്നുണ്ട്. ഇങ്ങനെ കണ്ടോ, ഭയങ്കര വലിച്ചില് ഫീൽ ചെയ്യുന്നു നമുക്ക്. ഇതൊക്കെ ഇങ്ങനെ ഉണങ്ങി തുടങ്ങി. ഒരു പീൽ ഓഫ് മാസ്ക് ഒക്കെ ഇടില്ലേ നമ്മളിങ്ങനെ, ആ പീൽ ഓഫ് മാസ്ക് പോലെ ആവും കേട്ടോ. നമുക്കിങ്ങനെ തൊട്ടാലൊന്നും കൈമ വരില്ല. ഉണങ്ങാനുണ്ടേ. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിലുള്ള ചേഞ്ചസ് ഞാൻ ഓരോ സ്റ്റെപ്പിലെയും ചേഞ്ചസ് ഞാൻ കാണിച്ചില്ല. എൻ്റെ കൈ നോക്കി നിങ്ങൾ, എൻ്റെ വിരലുകളൊക്കെ എന്തുമാത്രം കളർ വെച്ചിരിക്കുന്നുണ്ടോ. അതായത് ഈ സംഭവം നമ്മളിങ്ങനെ മിക്സ് ചെയ്യുകയും മുഖത്ത് അപ്ലൈ ചെയ്യുകയും ഒക്കെ ചെയ്യില്ല. അപ്പം എൻ്റെ കൈയുടെ ഇവിടെ ഉണ്ടാക്കണ്ട. ഫേസിൽ എന്ത് മാസ്ക് അപ്ലൈ ചെയ്യും അല്ലെങ്കിൽ എന്ത് പാക്ക് അപ്ലൈ ചെയ്തിട്ടാലും നമ്മളിങ്ങനെ മുഖത്ത് ഇങ്ങനെയൊന്നും കാണിക്കരുത് കേട്ടോ. ചുളിവുകൾ വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷെ എനിക്ക് എപ്പോഴും ഇത് ഇങ്ങനത്തെ സാധനങ്ങൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ മുഖത്ത് അങ്ങനത്തെ എക്സ്പ്രഷൻസ് വരും. അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ ഓവറായിട്ട് സംസാരിക്കാനും പാടില്ല എന്നാണ് പറയുന്നത്. സോ നിങ്ങളത് ശ്രദ്ധിക്കുക. ഇതാ ഓൾമോസ്റ്റ് ഉണങ്ങിയിട്ടുണ്ട്, നന്നായി ഡ്രൈ ആയി തുടങ്ങിയിട്ടോ. അപ്പം നമുക്കിതൊന്ന് വാഷ് ചെയ്യാം. ഞാനപ്പോൾ ഇതാ ഒരു ബൗളിൽ വെള്ളമൊക്കെ എടുത്ത്, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാനത് തുടയ്ക്കുമ്പോ കുളിച്ചിട്ടാട്ടോ ഇത് ചെയ്യുന്നത്. തുണി നോക്കി കണ്ടോ? Guys, can you feel the difference? Oh my god. ഈശ്വര, എനിക്ക് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ? കൈപ്പാട് കട്ടിലൊക്കെ വെള്ളമായിട്ടോ ദൈവം. ഞാൻ എൻ്റെ മുഖം സാധാ പച്ചവെള്ളത്തിലാണ് വാഷ് ചെയ്തത്. നിങ്ങൾ തണുത്ത വെള്ളത്തിൽ കഴുകാൻ ശ്രമിക്കുക, കുറച്ചും കൂടി നല്ലതായിരിക്കും. മുഖമൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റെ ഫേസ് അത്യാവശ്യം നല്ല രീതിയിൽ ബ്രൈറ്റനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആണെന്ന് കമൻറ്റ് ചെയ്യൂ. എൻ്റെ മെയിൻലി ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും മൂക്കിലാണ് കൂടുതലും വരാറ്. അത് കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. അതുമാത്രമല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റനായി. അത് നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. ഫേസ് മൊത്തം സോഫ്റ്റനായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ടെന്ന്. അടിപൊളി റിസൾട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഫേഷ്യൽ ചെയ്യാൻ പറ്റുവാണ്. വെറും 3 സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ ടാറ്റ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.